സംഗീത സംവിധായകൻ SP വെങ്കടേഷ് വിടവാങ്ങി. 70 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലാണ് അന്ത്യം. മലയാളത്തിൽ ഉൾപ്പെടെ 500-ലേറെ സിനിമകൾക്ക് SPV സംഗീതമൊരുക്കി. ശാന്തമീ രാത്രിയിൽ, കനകനിലാവേ, തുമ്പിപ്പെണ്ണേവ തുടങ്ങിയ ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച സംഗീതജ്ഞനാണ് വിടവാങ്ങിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്യുന്നു. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആദ്യം ചോദ്യം ചെയ്യൽ കൂടിയാണിത്. ജാമ്യം തേടി തന്ത്രി സമർപ്പിച്ച ഹർജികളിൽ വിജിലൻസ് കോടതി തിങ്കളാഴ്ച വിശദമായ വാദം കേൾക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസുകളിലും ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ചു. കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായ മുരാരിയിൽ നിന്നും കേസിന്റെ വിശദവിവരങ്ങൾ ചോദിച്ചറിയും. ED രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യമായാണ് ഒരാളെ ചോദ്യം ചെയ്തത്. മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സമയത്താണ് സ്വർണം കൈമാറാൻ തീരുമാനമെടുത്തത്. കൂടുതൽ പ്രതികളെ വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവര് സമർപ്പിച്ച ജാമ്യ ഹർജി പരിഗണിച്ച കൊല്ലം വിജിലൻസ് കോടതി വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി മാറ്റി. SIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വാദം നടക്കും. കട്ടിളപ്പാളി കേസിൽ ആദ്യം ജാമ്യ ഹർജി നൽകിയതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ദ്വാരപാലക ശില്പക്കേസിൽ തന്ത്രി ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. 2 കേസുകളിലും ഒരുമിച്ചാകും വാദം. ആൻജിയോഗ്രാമിന് വിധേയനാക്കിയ തന്ത്രി കണ്ഠരര് രാജീവരെ മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ തന്ത്രിക്കില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ നാളെ വിധിയുണ്ടായേക്കും. മീഡിയ 1 കൊല്ലം. ഇന്ത്യ-US വ്യാപാര കരാറിനെ ചൊല്ലി പാർലമെന്റ് പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. മോദി ട്രംപിന് കീഴടങ്ങിയെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇന്ത്യ-US വ്യാപാര കരാർ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിൽ കടുത്ത പ്രതിഷേധം. ട്രംപിന്റെ പ്രഖ്യാപനം നയതന്ത്ര വിജയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA യോഗത്തിൽ പറഞ്ഞു. സർക്കാർ വിശദമായ പ്രസ്താവന നടത്തുമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ അറിയിച്ചു. മോദി ട്രംപിന് കീഴടങ്ങിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. അമേരിക്ക ഇന്ത്യക്ക് മേലുള്ള നികുതി കുറച്ചതടക്കമുള്ള കാര്യങ്ങൾ NDA യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ പാർലമെന്റിൽ ഒരു വാക്കുപോലും സംസാരിക്കാൻ തയ്യാറായില്ല. ഇതിൽ പ്രതിപക്ഷത്തിന് കടുത്ത അമർഷമുണ്ട്. എല്ലാം ട്രംപ് തീരുമാനിച്ചതനുസരിച്ചിട്ട് മോഡി സറണ്ടർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് അത് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനവും കൂടെ അങ്ങ് ട്രംപിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. സ്വതന്ത്ര വ്യാപാര കരാറിൽ പാർലമെന്റിൽ സർക്കാർ പ്രസ്താവന നടത്താനിരിക്കെയാണ് പ്രതിപക്ഷ നടപടിയെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ കുറ്റപ്പെടുത്തി. അമേരിക്കയുടെ പല ഉൽപ്പന്നങ്ങൾക്കും ട്രംപ് ഇന്ത്യയിൽ 0 നികുതി പ്രഖ്യാപിച്ചു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തി വെനസ്വേലയുടെ ഉപഭോക്താവ് ആകുന്നതടക്കമുള്ള ട്രംപിന്റെ പ്രസ്താവന കൂടുതൽ വിവാദമായി. ഇന്ത്യയുടെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യുന്നതായി പ്രതിപക്ഷം സംയുക്തമായി ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ 1 ഡൽഹി. ഇന്ത്യ-US വ്യാപാര കരാർ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓഹരി വിപണിയിൽ മുന്നേറ്റം. സെൻസെക്സ് 2400 പോയിന്റും നിഫ്റ്റി 700 പോയിന്റും മുന്നേറി. രൂപയുടെ മൂല്യം $1 90 രൂപ 40 പൈസയാണ്. റിയൽറ്റി, ഓട്ടോ, IT തുടങ്ങിയ മേഖലകളിലെ ഓഹരികളാണ് പ്രധാനമായും നേട്ടമുണ്ടാക്കിയത്. മുസ്ലിം ലീഗിന്റെ 3 സീറ്റുകൾ കോൺഗ്രസുമായി വെച്ചുമാറാനുള്ള നീക്കം ഉപേക്ഷിച്ചു. പ്രാദേശിക എതിർപ്പുകൾ ശക്തമായ സാഹചര്യത്തിലാണ് UDF നേതൃത്വം ഇതിൽ നിന്ന് പിന്മാറിയത്. വിജയസാധ്യത നോക്കിയാണ് സീറ്റുകൾ വെച്ചുമാറാൻ ലീഗും കോൺഗ്രസും ചർച്ച നടത്തിയത്. മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള കളമശ്ശേരി, ഗുരുവായൂർ, തിരുവമ്പാടി സീറ്റുകൾ കോൺഗ്രസുമായി വെച്ചുമാറാനായിരുന്നു നീക്കം. കളമശ്ശേരിക്ക് പകരം കൊച്ചി, ഗുരുവായൂരിന് പകരം പട്ടാമ്പി, തിരുവമ്പാടിക്ക് പകരം തവനൂർ എന്നതായിരുന്നു ഫോർമുല. കളമശ്ശേരിയിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഗുരുവായൂരിൽ TN പ്രതാപൻ, തിരുവമ്പാടിയിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് എന്നിവരെ മത്സരിപ്പിക്കാനായിരുന്നു കോൺഗ്രസ് ആലോചന. സീറ്റ് വെച്ചുമാറുന്നതിനെതിരെ 6 മണ്ഡലങ്ങളിലും ശക്തമായ എതിർപ്പുയർന്നു. സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന പ്രാദേശിക നേതാക്കൾ ഈ പ്രതിഷേധത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തതോടെ UDF നേതൃത്വം പ്രതിസന്ധിയിലായി. സീറ്റ് വെച്ചുമാറാനുള്ള ചർച്ചകൾ ഉപേക്ഷിച്ച ലീഗ് കോൺഗ്രസ് നേതൃത്വം തൽസ്ഥിതി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ലീഗിന്റെ കൈവശമുള്ള കോങ്ങാട് സീറ്റ് വെച്ചുമാറാനുള്ള സാധ്യത അപ്പോഴും നിലനിർത്തി. കളമശ്ശേരി, ഗുരുവായൂർ, തിരുവമ്പാടി സീറ്റുകളിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മുസ്ലിം ലീഗ് പ്രയാസപ്പെടും. സ്ഥാനാർത്ഥികളെ നിർണയിക്കുമ്പോൾ പ്രാദേശിക നേതാക്കളെ പരിഗണിക്കേണ്ടി വന്നാൽ വിജയം ഉറപ്പിക്കാനാവില്ല. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ മനോജ് PL MK ഷുക്കൂർ, മീഡിയ 1.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ 7 സീറ്റുകൾ വേണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കത്ത് നൽകി. സ്ഥാനാർത്ഥികളാകേണ്ടവരുടെ പേര് വിവരങ്ങൾ അടങ്ങിയ കത്താണ് നൽകിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസിന് മികച്ച പ്രാതിനിധ്യം ലഭിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് VD സതീഷിനും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കത്തയച്ചു. CMP മത്സരിക്കുന്ന നെന്മാറ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും കത്തിലുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് KS, ചിറ്റൂർ മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെഫീഖ് കത്തിക്കോട്, പട്ടാമ്പിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, ഒറ്റപ്പാലത്ത് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുർശി, ആലത്തൂരിൽ സംസ്ഥാന സെക്രട്ടറി പ്രതീഷ് മാധവൻ, നെന്മാറയിൽ സംസ്ഥാന സെക്രട്ടറി വിഷ്ണു C, തരൂർ മണ്ഡലത്തിൽ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ എന്നിവരെ മത്സരിപ്പിക്കണമെന്നാണ് ആവശ്യം. യൂത്ത് കോൺഗ്രസിന്റെ 6 സംസ്ഥാന ഭാരവാഹികൾ ചേർന്നാണ് കത്തയച്ചത്. ഒറ്റപ്പാലം, ചിറ്റൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ മുതിർന്ന നേതാക്കൾ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് സീറ്റ് ആവശ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം കോൺഗ്രസ് നേതൃത്വം എങ്ങനെ പരിഗണിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്. കോതമംഗലം സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ തർക്കം. കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറത്തെ മാറ്റി നിർത്തണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് കൂടുതൽ പേർ രംഗത്തെത്തിയതോടെ നേതൃത്വവും വിട്ടിലായി. LDF വിട്ട് UDFലെത്തിയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോൺഗ്രസ് വിട്ടു നൽകിയതാണ് കോതമംഗലം സീറ്റ്. കഴിഞ്ഞ 2 തവണ പരാജയം ഏറ്റുവാങ്ങിയതോടെ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും കോൺഗ്രസിൽ നിന്നുയർന്നു. എന്നാൽ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് നിലപാടെടുത്ത കേരള കോൺഗ്രസിൽ ഉടലെടുത്ത ഭിന്നത നേതൃത്വത്തിന് തലവേദനയായി. മുമ്പ് മത്സരിച്ച് പരാജയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറത്തിനെതിരെ ഒരു വിഭാഗം പരസ്യമായി തന്നെ രംഗത്തെത്തിക്കഴിഞ്ഞു. സാമുദായിക പരിഗണനയും വിജയസാധ്യതയും കണക്കാക്കണമെന്നാണ് ആവശ്യം. യാക്കോബായ കത്തോലിക്ക സഭകൾക്ക് വ്യക്തമായ സാന്നിധ്യമുണ്ട് കോതമംഗലം, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിൽ. 3ഇടത്തും യാക്കോബായ സഭയ്ക്ക് പ്രാതിനിധ്യം ലഭിച്ചപ്പോൾ ഇക്കുറി അർഹമായ പരിഗണന വേണമെന്ന കത്തോലിക്ക സഭയുടെ നിലപാടും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകും. ഷിബു തെക്കുംപുറം അല്ലെങ്കിൽ അബു ജോൺ ജോസഫിന്റെ പേരും പരിഗണനയിലുണ്ട്. പകരം വനിതകളെ രംഗത്തിറക്കാനും നീക്കമുണ്ട്. അങ്ങനെ വന്നാൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആശ വർഗീസ്, കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. എന്നാൽ പാർട്ടിക്കുള്ളിലെ പടയൊരുക്കത്തിനിടയിലും വീണ്ടും മത്സരിക്കുമെന്ന സൂചനയും ഷിബു തെക്കുംപുറം നൽകുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് രാഹുൽ ബിജുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1. പുറത്തുവിടണമെന്ന വി കുഞ്ഞികൃഷ്ണന്റെ വെല്ലുവിളി തള്ളി CPM. കണക്കിപ്പോൾ പുറത്തുവിടാൻ മനസ്സില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം നാളെ പ്രകാശനം ചെയ്യും. പയ്യന്നൂരെ രക്തസാക്ഷി ധനരാജിന്റെ കുടുംബസഹായ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങളെ CPM നേതൃത്വം നേരത്തെ തള്ളിയിരുന്നു. പൊതുസമൂഹത്തിനു മുന്നിൽ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുന്ന പതിവില്ലെന്ന് വാദിച്ചിരുന്ന നേതൃത്വം ഇപ്പോൾ നിലപാട് തിരുത്തിയിട്ടുണ്ട്. പുസ്തകത്തിലെ വിശദാംശങ്ങൾ അറിഞ്ഞ ശേഷം കണക്ക് പുറത്തുവിടുമെന്ന് നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കുഞ്ഞികൃഷ്ണന്റെ വെല്ലുവിളി വന്നത്. എൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിന് മുമ്പ് ഈ കണക്കുകൾ ജനങ്ങളെ അറിയിക്കാൻ സന്നദ്ധമാകണം. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുടെ ആവശ്യത്തെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് CPMന്റെ തീരുമാനം. മാത്രമല്ല, പുസ്തകത്തിൽ അനാവശ്യങ്ങളുണ്ടെന്ന് തോന്നിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഭീഷണിയും നേതൃത്വം ഉന്നയിക്കുന്നു. തോന്നിയ ദിവസം പറയാൻ പുറപ്പെട്ടാൽ അതിന് കേസ് കൊടുക്കും. ജയരാജേട്ടൻ പറഞ്ഞാലും ഗോവിന്ദമാഷ് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇമാതിരി തോന്നിയ ദിവസം എന്തെങ്കിലും പത്രത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പുസ്തകത്തിലോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കേണ്ടി വരും. വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ വെളിപ്പെടുത്തിന് പിന്നാലെയാണ് കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം നാളെ പുറത്തിറങ്ങാൻ പോകുന്നത്. നേതൃത്വത്തെ അണികൾ തിരുത്തുമെന്ന പുസ്തകം ജോസഫ് C. മാത്യു VS അനിൽകുമാറിന് നൽകിയാണ് പ്രകാശനം നിർവഹിക്കുക. മീഡിയ 1, കണ്ണൂർ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥ ഇന്ന് കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. ബജറ്റിൽ സംസ്ഥാനത്തെ അവഗണിച്ച കേന്ദ്രത്തോടുള്ള പ്രതിഷേധം ജാഥയിൽ പ്രതിഫലിക്കുന്നതായി ജാഥ ക്യാപ്റ്റൻ MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഫലപ്രദമായി പ്രതികരിക്കാൻ പോലും UDFന് ആകുന്നില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റപ്പെടുത്തി. 3ാം ദിവസത്തിലെ ആദ്യ സ്വീകരണ പരിപാടി കല്യാശ്ശേരി മണ്ഡലത്തിലെ പഴയങ്ങാടിയിൽ നടന്നു. ഉച്ചകഴിഞ്ഞ് തളിപ്പറമ്പ്, ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. SNDP NSS ഐക്യത്തിൽ വീണ്ടും പ്രതീക്ഷ പങ്കുവച്ച് വെള്ളാപ്പള്ളി നടേശൻ. SNDP മുഖപത്രമായ യോഗനാഥത്തിന്റെ മുഖപ്രസംഗത്തിലാണ് പ്രതികരണം. ജാതി പറഞ്ഞ് പോരടിച്ചു നിന്നാൽ ഹൈന്ദവ സമൂഹം അധോഗതിയിലേക്ക് പോവുകയുള്ളൂവെന്ന് വെള്ളാപ്പള്ളി മുഖപ്രസംഗത്തിൽ പറയുന്നു. സമാന ചിന്താഗതിയുള്ള എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ നീക്കത്തിന്റെ ഭാഗമാകണമെന്നാണ് ആഗ്രഹം. അത് വൈകാതെ സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖപ്രസംഗത്തിലുണ്ട്.
രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കാനുള്ള LDF നീക്കത്തെ എതിർത്ത UDF. അയോഗ്യനാക്കാനുള്ള നീക്കം ഭരണഘടനാ വിരുദ്ധ നടപടിയാണെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ പ്രതിപക്ഷാംഗങ്ങൾ നിലപാട് അറിയിച്ചു. കോൺഗ്രസ് ഇങ്ങനെയൊരു നിലപാട് എടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ലൈംഗികാരോപണങ്ങളിലും നിർബന്ധിത ഗർഭചിത്ര കേസുകളിലും അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള നീക്കമാണ് LDF ആരംഭിച്ചത്. സ്പീക്കർക്ക് DK മുരളി MLA നൽകിയ പരാതി എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. തിങ്കളാഴ്ച ചേർന്ന UDF പാർലമെന്ററി പാർട്ടി യോഗം വിഷയം ചർച്ച ചെയ്തു. അധികാരപരിധി മറികടന്നുള്ള എത്തിക്സ് കമ്മിറ്റിയുടെ നീക്കത്തെ എതിർക്കാനാണ് യോഗം തീരുമാനിച്ചത്. പിന്നാലെ എത്തിക്സ് കമ്മിറ്റിയിൽ പങ്കെടുത്ത റോജി M ജോണും UA ലത്തീഫും കീഴ്വഴക്കങ്ങൾ മറികടന്നുള്ള നടപടിയെന്ന് വിമർശിച്ചു. കുറ്റാരോപിതൻ മാത്രമായ വ്യക്തിയെ അയോഗ്യനാക്കാനാവില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടി. കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. പരാതി പോലുമില്ലാതെ രാഹുലിനെതിരെ നടപടിയെടുത്തുവെന്ന് മേനി പറഞ്ഞ ആളാണ് പ്രതിപക്ഷ നേതാവെന്ന് മന്ത്രി MB രാജേഷിന്റെ പരിഹാസം. പരാതി പോലും ഇല്ലാതെ നടപടിയെടുത്തു എന്ന് പ്രതിപക്ഷ നേതാവ് മേനി പറഞ്ഞതാണ്. പിന്നെന്തിനാണിപ്പോ മറിച്ചൊരു നിലപാടെടുക്കുന്നതിന്റെ താല്പര്യം എന്താ? അയോഗ്യതയെ എതിർക്കുമ്പോഴും രാഹുലിനെ പുറത്താക്കിയ നടപടിയിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് കോൺഗ്രസ് നിലപാട്. മീഡിയ 1 തിരുവനന്തപുരം. ഓൺലൈൻ കേസിൽ നിന്നും ഒഴിവാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് പണം തട്ടിയെടുത്തെന്ന പരാതിയിൽ കോതമംഗലത്തെ പ്രാദേശിക BJP നേതാക്കൾക്കെതിരെ കേസ്. BJPയുടെ കോതമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാങ്ങോട്, മണ്ഡലം സെക്രട്ടറി TS സുനീഷ് എന്നിവർക്കെതിരെയാണ് കോതമംഗലം പോലീസ് കേസെടുത്തത്. 10 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാരോപിച്ച് ചേലാട് സ്വദേശി ജോർജ് നൽകിയ പരാതിയിലാണ് അന്വേഷണം. വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ മരിച്ച ബിസ്മീറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണം ഹൃദയാഘാതം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് നഖങ്ങളിലും ശരീരഭാഗങ്ങളിലും നീല നിറം വന്നത്. ഗുരുതര ശ്വാസ തടസ്സത്തെ തുടർന്ന് വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ബിസ്മീറിന് ചികിത്സ നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. മെറ്റയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി സുപ്രീം കോടതി. ഡേറ്റ പങ്കിടലിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതരുത്. ഒരു ഡോക്ടർ മരുന്ന് നിർദ്ദേശിച്ചാൽ ഉടൻ ഇതിന്റെ പരസ്യങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ഇന്ത്യക്കാരുടെ ഡേറ്റ വെച്ച് കളിക്കരുതെന്ന് മെറ്റയ്ക്ക് ജസ്റ്റിസ് സൂര്യകാന്ത് താക്കീതും നൽകി. കൂടുതൽ തീവ്രമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഗൾഫ് മേഖലയിൽ ഉരുണ്ടുകൂടിയ യുദ്ധഭീതിക്ക് താൽക്കാലിക ആശ്വാസം പകർന്ന് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചയ്ക്ക് വേദിയൊരുങ്ങുന്നു. വെള്ളിയാഴ്ച തുർക്കിയിലെ ഇസ്താംബുളിൽ ആദ്യഘട്ട ചർച്ച നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ച ആണവ വിഷയത്തിൽ മാത്രം ഒതുങ്ങണമെന്ന ഉപാധി മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഇറാൻ. പാരാമിലിറ്ററി റവല്യൂഷണറി വിഭാഗത്തെ ഭീകര പട്ടികയിൽപ്പെടുത്തിയ യൂറോപ്യൻ യൂണിയൻ നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഇറാൻ രംഗത്തെത്തി. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് ആസ്പദമായ സിനിമ തടയണമെന്ന ഹർജിയിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സിനിമ കേസിനാസ്പദമായതിന് എന്താണ് തെളിവെന്ന് കോടതി. കളമശ്ശേരിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. അപകടം മലപ്പുറം സ്വദേശി മുസ്തഫയുടെ ബൈക്ക് മെട്രോ പില്ലറിൽ ഇടിച്ചു. മലപ്പുറം വാഴക്കാട് അനധികൃത മണൽക്കടത്ത് സംഘത്തെ പിടികൂടി നാട്ടുകാർ. മണൽക്കടത്ത് തടയാൻ ജനകീയ യോഗം ചേർന്നു. പെരുമ്പാവൂരിൽ പ്ലൈവുഡ് കമ്പനിയിൽ തീപിടുത്തം. 3 ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്ത്. കൊല്ലത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടം. കാർ ഡ്രൈവർ ചികിത്സയിൽ. സന്തോഷ് ട്രോഫിയിൽ സെമി ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങും. ആതിഥേയരായ അസമാണ് കേരളത്തിന്റെ എതിരാളികൾ. ഗ്രൂപ്പ് മത്സരത്തിൽ സർവീസസിനോട് മാത്രമാണ് കേരളം പരാജയപ്പെട്ടത്. പനിയെ തുടർന്ന് നായകൻ സഞ്ജു ഇന്ന് കളിക്കാൻ സാധ്യതയില്ല. മറ്റ് ക്വാർട്ടറുകളിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗാൾ സർവീസസിനെയും പഞ്ചാബ് തമിഴ്നാടിനെയും രാജസ്ഥാൻ റെയിൽവേസിനെയും നേരിടും. വനിതാ പ്രീമിയർ ലീഗ് എലിമിനേറ്റർ ഇന്ന്. ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 വഡോദരയിലാണ് മത്സരം. ജയിക്കുന്നവർ വ്യാഴാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. 4ാം ഫൈനലാണ് ഡൽഹി ലക്ഷ്യമിടുന്നത്. ആദ്യ ഫൈനൽ പ്രതീക്ഷയിലാണ് ഗുജറാത്ത്.